എനിക്ക് രാവിലെ സൂര്യൻ ഉദിച്ചതേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അതെ, എനിക്ക് രാവിലെ സൂര്യൻ ഉദിച്ചതേ ഉള്ളൂ. എൻ്റെ സൂര്യൻ ഉദിച്ചപ്പോഴത്തേനും 10 മണിയായെന്ന് മാത്രം. ഞാൻ വന്ന് നിന്നപ്പോഴാണ് എനിക്ക് വെയിലടിക്കുന്നെന്നുള്ള കാര്യം മനസ്സിലായത്. പക്ഷേ നേരം വെളുത്ത് 10 മണി ആയതേ ഉള്ളെന്ന് പറയാം. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് രാവിലെ അടുക്കളപ്പണിയൊക്കെ ഒതുങ്ങിയല്ലോ, കുറച്ചും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഈ ടെറസിൽ കയറാൻ പോലും ഒക്കത്തില്ല. കണ്ടമാനം വെയിൽ, നല്ല രീതിക്ക് വെയിലടിക്കും. നമുക്ക് ഇപ്പോഴും വെയിലുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെയിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിന് മുന്നേ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടാം, അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മുന്നേ വൃത്തിയാക്കിയിട്ടതാണെങ്കിലും പക്ഷേ ഇവിടെ തെങ്ങിൻ്റെ പൂക്കൊല അങ്ങനെ വീണ് തേങ്ങായും ഉണങ്ങി വീഴുന്നത് കാരണം അങ്ങനെ മൊത്തം വൃത്തിയായിട്ട് എടുത്തു. പിന്നെ നമുക്ക് വരുന്ന വേസ്റ്റുകളെല്ലാം ഞങ്ങളങ്ങനെ കൊണ്ടുവന്ന് ഈ ബിയർ ബോട്ടിൽ നമ്മൾ കുടിച്ചതൊന്നും അല്ല കേട്ടോ, ഒരിടത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നത്. നമുക്ക് ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ അത് നടന്നില്ല, അത് ആ മൂലയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതവിടെ ഒതുക്കി വെച്ചിട്ട് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത്, ചപ്പ് കുറേ കിടപ്പുണ്ട്. പിന്നെ കുറേ എന്ന് വെച്ചാൽ പാമ്പേഴ്സ്, അതായത് ഡയപ്പർ കുറേ ഉണ്ടായിരുന്നത് പിള്ളേരുടെയാണ്. അപ്പം നമ്മളത് എന്ത് കൊടുക്കുന്നത് ഒരുമിച്ച് എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഡിസ്പോസ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാവേ. ഒരു സൈഡിൽ നിന്ന് ഞാൻ തൂത്തൊതുക്കി വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വെയിലിൻ്റെ തോത് അളവ് കൂടി വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പീഡാക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഒതുക്കി ഒരു സൈഡിൽ വെച്ചിട്ട് കുറേ പൂക്കല ഉണ്ടായിരുന്നു, അതെല്ലാം തൂത്ത് നമ്മളിതിപ്പോൾ ഒതുക്കി വെച്ചാലും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് പഴയതുപോലെ ആകും. അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇത് കുഞ്ഞിൻ്റെ ഒരു ബലൂണ് പോലത്തെ ഇരിക്കുന്ന കസേരയാണ്. ഇപ്പോൾ അവളത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ഈ മൂലയ്ക്ക് കൊണ്ടുവന്ന് വെച്ചേക്കുന്നില്ല. അങ്ങനെ ഡയപ്പർ എല്ലാം കൂടെ വാരി പ്രത്യേകം ഒരു ചാക്കിനകത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പഞ്ഞി ഇത് സെപ്പറേറ്റ് 2 ആക്കി മാറ്റിയിട്ട് ഇതിൻ്റെ പഞ്ഞി വേറെ ഇട്ട് അതിനകത്തിൽ നമ്മൾ നമ്മുടെ ഉപ്പുണ്ട്, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഉപ്പുണ്ടല്ലോ, ഉപ്പിട്ട് കലക്കി കഴിയുമ്പോഴത്തേനും അതങ്ങ് അലുത്ത് പോകും. പിന്നെ ഈ പേപ്പറെല്ലാം കൂടെ നമ്മൾ ഉണക്കി തീയിടുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനിത് ഡിസ്പോസ് ചെയ്യുന്നത്. അതിനാണ് ഈ കൂട്ടി വെച്ചേക്കുന്നത്. പിന്നെ അതെല്ലാം കൂടെ തൂത്ത് കൂട്ടി ഒരു ചാക്കിനകത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് പ്രത്യേകം വേറെ ഒരു വീഡിയോ ചെയ്യാം. ബാക്കി ഈ ചപ്പ്, ഈ കവറ്, പ്ലാസ്റ്റിക് മുട്ടായി കവറ്, പിന്നെ പിള്ളേർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവിടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ ചപ്പ് വാരി തൂത്തുകൂട്ടി നമ്മൾ തീയിടാൻ നോക്കുക. ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന 2 തെങ്ങിലും കായ്ക്കുന്ന തേങ്ങ ഒരു കാശിന് കൊള്ളത്തില്ല. അത് വെറുതെ ഒന്നുകിൽ വാടി വീഴും, അതല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങി വീഴും. അല്ലാതെ നമുക്കത് ഉപയോഗിക്കാൻ ഒക്കില്ല. നമ്മൾ എടുക്കുമ്പോഴും അതിനൊരു പുളിപ്പ്, അതിൻ്റെ തേങ്ങയ്ക്കായാലും ഒരു പുളിച്ച തേങ്ങ പോലെ കിട്ടുന്നത്. അത് കാരണം നമ്മൾ ആ തേങ്ങ ഉപയോഗിക്കില്ല. ഒരുപാട് തേങ്ങാ പീസ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ തേങ്ങാമുറിയെല്ലാം നമ്മൾ തേങ്ങാമുറിയെന്ന് ഞാൻ പറഞ്ഞല്ല, ഒരുപാട് തേങ്ങ കിടപ്പുണ്ടായിരുന്നു. ആ തേങ്ങ എല്ലാം പെറുക്കി നമ്മൾ താഴോട്ടിട്ട് ഇനി ഇതെല്ലാം താഴെ കൊണ്ടുവന്ന് തീ ഇടുക ചെയ്യുന്നത്. അപ്പം ആ തേങ്ങ എല്ലാം താഴെ ഇട്ട് പിന്നെ ഈ കസേര എനിക്ക് നാക്ക് കൊടുക്കുന്ന നിങ്ങളാരും ഒന്നും വിചാരിക്കില്ലേ, ഞങ്ങൾ ഉപയോഗിക്കാത്ത കസേര ആയതുകൊണ്ട് അതും ഇങ്ങനെ കൊണ്ടുവന്ന് വിട്ടേക്കുന്നു. എന്നിട്ട് അതും ഒതുക്കി വെച്ചേക്കുന്നു. ഇടയ്ക്ക് എപ്പോഴേലും തുണിയൊക്കെ കൊണ്ടുവന്ന് വിരിക്കും അതിൽ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുക, അങ്ങനെ വെച്ചേക്കുക. പിന്നെ ബാക്കി ഇതെല്ലാം തൂത്തുകൂട്ടി ഒരു സൈഡിലോട്ടാക്കി. ഇവിടം വരെ ഒതുക്കി വന്നപ്പോഴത്തേനും വെയിലിൻ്റെ ശക്തമായ ഇടപെടൽ കാരണം പണി പകുതിക്ക് വെച്ച് നിർത്തി പോയാലോ എന്ന് ആലോചിച്ചതാണ്. പക്ഷേ ഞാൻ പകുതിക്ക് വെച്ച് ഇതിനിടയ്ക്ക് എൻ്റെ കാലിൽ എന്തുവാ കൊണ്ടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വലിച്ചൂരി കളഞ്ഞ് ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇനി ഞാൻ ചെരുപ്പില്ലാതെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത് എന്തെങ്കിലും കൊള്ള ഞാൻ തന്നെ ഒപ്പിച്ച് വെക്കുന്നു. അത് കാരണം ഞാൻ പിന്നെ വേഗം പോയി ചെരുപ്പ് എടുത്തിട്ടുണ്ടെന്ന് വൃത്തിയാക്കി. അപ്പം ഞാൻ ഇത് നിർത്തിപ്പോകാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ ഇനി താഴോട്ട് ഇറങ്ങിപ്പോയാൽ മുകളിലോട്ട് കയറി വരുന്നത് വളരെ വളരെ കഷ്ടമായ ഒരു കാര്യമായതുകൊണ്ട് ഇത് മുഴുവനാക്കിയിട്ട് പോകാം, എന്തായാലും സാരമില്ല, ഇനി നനഞ്ഞില്ലേ കുളിച്ച് കയറാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ചപ്പെല്ലാം കൂടെ തൂത്തുവാരി ഞാനൊരു ചാക്കിനകത്തിലാക്കിയിട്ട് താഴോട്ടൊരേറ് കൊടുക്കും. താഴോട്ട് മീൻസ് ഞാൻ താഴെ ചപ്പ് കൂട്ടി തീ ഇടുന്നവരുണ്ട്, അവിടോട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞ് ഇത് കറക്റ്റ് അവിടെ പോയി വീണോളൂ. ഇനി പിന്നെ നമ്മൾ അവിടെ ചെന്ന് തീ ഇട്ട് കൊടുത്താൽ മതി. അപ്പം പിന്നെ അതെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കുറച്ച് ഇതൊരു തരം പോച്ചയെന്ന് പറയാൻ ഒരു തരം ചെടിയാണ്. നമ്മൾ ചട്ടിക്കകത്തിലിങ്ങനെ കിളിപ്പിച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോച്ച. അത് മണ്ടയ്ക്ക് എപ്പോഴോ ഒരു മണ്ണ് കിടന്നിടത്ത് ഒരു തണ്ട് കൊണ്ടുവച്ചത്, അതിപ്പോൾ ഇത്രയേ ആയി. പക്ഷേ അവിടെ നിന്നത് കരിവായത് കാരണം പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഇനി നിന്നിട്ടും കാര്യമില്ല, അതിൻ്റെ ഭംഗിയെല്ലാം പോയി. അങ്ങനെ അതെല്ലാം ആ പോച്ചയും കൂടെ പറിച്ച് താഴോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അവിടെ താഴോട്ട് ചെന്ന് തൂത്ത് കൂട്ടിയിട്ട് അമ്മക്ക് അവിടെ തീയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ കിടന്നത് കത്തി പൊക്കോളും. പിന്നെ അതിൻ്റെ ഒതുക്കി കറ്റാർവാഴ ഇത്രയൊന്നും അല്ല, ഇതിൽ തോനെ ഉണ്ടായിരുന്നു. ഈ വെയിൽ വന്ന് നമ്മൾ വെള്ളം ഒഴിക്കാൻ ഞാനങ്ങനെ എപ്പോഴും കയറാത്തതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാത്തതിൻ്റെ പേരിൽ അതിങ്ങനെ ഉണങ്ങിപ്പഴുത്ത് പോയതാണ്. തോനെ ഉണ്ടായിരുന്നു, താഴെയും കുറേ തോനെ നിൽപ്പുണ്ട്. തോനെ മീൻസ് കുറച്ചധികം താഴെയും നിൽപ്പുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതെല്ലാം കൂടെ കഴിഞ്ഞ് അതെല്ലാം തൂത്തുകൂട്ടി അവിടുന്ന് ആ ചപ്പെല്ലാം കൂടെ കളഞ്ഞ് അവിടുത്തെ പോച്ചയെല്ലാം പറിച്ച് അവിടെ ഒതുക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ തൂത്തുവാരി ഞാൻ താഴോട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇത്രയും ഭംഗിയാക്കി. 2 ദിവസം കഴിയുമ്പോൾ ഈ ഭംഗി വീണ്ടും പോകും. പിന്നെ ഞാൻ കുറച്ച് തുണി അലക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ അതോടെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇത് തുണി ഉണങ്ങി കഴിയുന്ന എടുക്കാൻ മാത്രം മണ്ടയ്ക്ക് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ക്ലീനിങ് വീഡിയോസൊക്കെ ഞാൻ പുറകെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.